കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹഠാതെ ആകർഷിച്ചു. ബ്രാഞ്ചി വണ്ടിയില് ഒരാധാർ ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെറ്റിനറി പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ബോംബെ ഗുഡ് ആഫ്റ്റർനൂൺ സർ. വെരി ഗുഡ് മോർണിംഗ് സർ, ഇത് കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്. നീ ഒന്നും പണയണ്ട, ഇവിടെ എല്ലാം CF അല്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? സർ പ്ലീസ്. രണ്ടെണ്ണെങ്കിലും എനിക്ക് എന്റെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇതിലുള്ളത് മൊത്തമായി എടുത്താ എനിക്ക് എന്ത് കിട്ടുന്ന? നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? 1500 രൂപ കിട്ടും സർ. 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കെന്ത് കിട്ടും? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറിന് എന്ത് വേണം? ഇങ്ങോട്ട് തന്നോളൂ. എന്ത്? സർവേ. എനിക്ക് ഈ ലൈറ്റ് അകത്ത് കൊണ്ടുപോയി എന്റെ ബെഡ്റൂമിൽ ഒന്ന് പിടിപ്പിച്ചു തരണം. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. എന്തേ പറ്റുമോ? പറ്റണമല്ലോ. അത് ആരെങ്കിലും കാണില്ലേ സർ? ഈ സ്നേഹവും ബാഗിൽ വെച്ചിട്ടുള്ള നമ്മൾ ഇത്ര നേരം വർത്താനം പറഞ്ഞിട്ട്. ഏയ്, ഇവിടെ ആരുമില്ല. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. ആരെങ്കിലും കാണില്ലേ സർ? അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ചുമ്മാരുടെ ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറകെ വരച്ചാ മതിയായിരുന്നു. ഫോൺ നമ്പർ തന്നില്ല. സ്ഥിരാണല്ലേ. സ്ഥലം എനിക്കറിയാലോ. കച്ചവടം കുറയുമ്പോ ഞാൻ വന്നോളാം. ഓക്കെ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. അല്ല, നീ ഒന്ന് വിറ്റില്ലേ? 25 വീട് കയറിയിട്ട് 2 ബൾബ് വിറ്റു. അയ്യോ ദാരിദ്ര്യം. നിന്നെയും കാത്തിരിക്കായിരുന്നു. ആ, നീ മുഴുവനും വിറ്റോ? ഞാൻ മുഴുവനും വിറ്റു. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ, എന്ത് ചെയ്യാം? എങ്ങനെ? അതൊരു വലിയ കഥയാ മോനെ. ഒരാൾ അയാളുടെ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ട് കൊടുത്ത മുഴുവൻ എടുത്തോളാന്ന് പറഞ്ഞു. ഞാനതങ്ങ് ഇട്ട് കൊടുത്തു. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. കിടന്നു കൊടുത്തു എന്ന് പറ. അതെ, അത് തന്നെ. ഇതൊക്കെ എന്ത്? കാക്കയുടെ വിശപ്പ് മാറി, പശുവിന്റെ കടിയും തീർന്നു. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. അഡീഷണൽ ആയിട്ട് ഒരു 1500 രൂപയും കിട്ടി. കിടന്നു കൊടുക്കുന്നോണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നീ ചെയ്തത് ഞാൻ സമ്മതിച്ചു. യെസ് സർ. മൈദിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. പറയൂ സർ. 20 ലൈറ്റ് ഒരു ബംഗ്ലാവിൽ എത്തിക്കണം. മാത്രമല്ല അതൊന്ന് ഇട്ട് കൊടുക്കുകയും വേണം. ഇട്ട് കൊടുക്കുന്നതിന് സർവീസ് ചാർജ് എക്സ്ട്രാ കിട്ടും. മ്യൂസിക്. എന്തൊക്കെ ബഹളമായിരുന്നു. കിടന്നു കൊടുക്കുന്നോണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നീ ചെയ്തത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ ഈ 1.25 കാശിന് വേണ്ടി. അപ്പൊ എത്തിക്സ് 100 രൂപ വരെ എത്തിക്സ് ഒന്നും ഇല്ലടോ. എന്തൊരു തൊലിക്കട്ടി. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ